ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റേതാണ്. അപ്പോൾ ചക്ക വെച്ചിട്ടാണ് ഈ പുഡിങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ചക്കൻ്റെ സീസണല്ലേ, എല്ലായിടത്തും മിക്കവാറും ചക്കയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു പുഡിങ്ങായത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അത് ആ ചക്കൻ്റെ ചുള ഞാൻ കുരുവും കാര്യങ്ങളെല്ലാം കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറുങ്ങനെ കട്ട് ചെയ്തിട്ടും മാറ്റി വെച്ചിന്. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് കുക്കറിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കലാന്ന്. എനിപ്പോൾ ഇതിലേക്കില്ല ഒരു അര കപ്പ് പാലോ വെള്ളം എന്തായാലും സാരമില്ല ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കലാന്ന്. ഒരു വിസിൽ വരുന്നവരെ മാത്രം വേവിച്ചെടുത്താൽ മതി. പിന്നെ എനിക്ക് തോന്നുന്നത് പാലിൽ വേവിക്കുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടി നല്ലത് വെള്ളത്തിൽ തന്നെ വേവിക്കലാന്ന്. അപ്പോൾ അതാ കണ്ടില്ലേ, ഞാൻ വേവിച്ചിട്ട് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കൊരു മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് അരക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചക്കയും പിന്നെ ഇതിലേക്കൊരു 1/4 കപ്പ് പാലും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ടിട്ടൊന്ന് അരച്ചിട്ടെടുക്കുക. ഇനിയിപ്പോൾ പഞ്ചസാരക്ക് ബദല് നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാനിതാ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചക്കൻ്റെ പൾപ്പില്ലേ, അതിൻ്റെ അകത്തുനിന്ന് ഒരു 2-3 ടേബിൾ സ്പൂൺ ഒന്ന് ഒഴിച്ചു കൊടുക്കലാന്ന്. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീമിൽ ചക്കൻ്റെ ഒരു ഫ്ലേവർ വരുന്നവരെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള പൾപ്പില്ല, അത് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്കൊരു 1.5 കപ്പ് പാലും കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കലാന്ന്. പിന്നെ കൂടെ തന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ മിൽക്ക് മെയ്ഡോ പഞ്ചസാര എന്താണെന്ന് വെച്ചാൽ അതുകൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതാ ഞാൻ മൊത്തത്തിലൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കട്ടകൾ പോലെ ഉണ്ടാവും, അത് കുഴപ്പമില്ല. ഇനിയിപ്പോൾ വേണ്ടുന്നത് ബ്രെഡാണ്. ബ്രെഡ് ഇപ്പം ഇതിൻ്റെ സൈഡ് ഭാഗമെല്ലാം മുറിച്ചിട്ടൊന്ന് എടുക്കലാന്ന്. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു പുഡിംഗ് ട്രേ എടുത്തിന്. അതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് നമ്മുടെ പാലിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് വെച്ച് കൊടുക്കലാന്ന്. അപ്പോൾ ചക്കൻ്റെ പൾപ്പിട്ടിട്ടുള്ള പാലില്ല, അതിൽ ബ്രെഡ് മുക്കിയിട്ട് വെച്ച് കൊടുക്കലാന്ന്. അപ്പോൾ ബ്രെഡ് നല്ല അത്യാവശ്യം നല്ല തന്നെ മുക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചക്കൻ്റെ ചെറുങ്ങനെ കട്ട് ചെയ്ത ചക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് പിന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ബ്രെഡ് തന്നെ വെച്ച് കൊടുക്കലാന്ന്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എത്ര ലെയറാണ് സെറ്റ് ചെയ്യേണ്ടത് അത്ര സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ 2 ലെയറാണ് ആക്കിയത്. ഇനിയിപ്പോൾ ബാക്കി വരുന്നത് അതിൻ്റെ മുകളിലേക്കും കൂടി ഒഴിച്ചു കൊടുത്തിന്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കലാന്ന്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ആ ചക്ക കട്ട് ചെയ്തതും കൂട്ടി ഇട്ട് കൊടുത്താൽ നമ്മുടെ പുഡിങ് ഇടാൻ റെഡിയായി. ഇനി ഇതൊരു 5 മണിക്കൂറെല്ലാം ഫ്രിഡ്ജിൽ വെക്കാം. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റാണ് വെച്ചിരുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ പുഡിങ്ങിൻ്റെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി കാണിച്ചു തരാം. അപ്പോൾ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ ഈ പുഡിങ്. നല്ല ടേസ്റ്റ് ഉണ്ട്, കഴിക്കാനും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു പുഡിങ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.